ദൈവവചനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ पिछले हफ्ते जो जिन भागों को ध्यान किया था उसके बाकी आगे को पढ़ेंगे। നമ്മളെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെ നന്ദി അറിയിക്കുന്ന വിഷയത്തെ കുറിച്ചായിരുന്നല്ലോ. परमेश्वर को धन्यवाद देने के बारे में हम लोग पिछले हफ्ते ध्यान कर रहे थे। എന്തുകൊണ്ടാണ് നാം ദൈവത്തിന് നന്ദി അറിയിക്കുന്നത്? प्रभु को परमेश्वर को धन्यवाद करने का कारण क्या है? ദൈവത്തിന് നന്ദി അറിയിക്കാനുള്ള പ്രധാന കാരണം उनको धन्यवाद देने का महत्वपूर्ण कारण അവന്റെ നന്മകളെ ഓർത്ത്, उनकी अच्छाइयों को याद करके, ഗുഡ്നെസ്, उनकी अच्छाइयों को याद അവൻ करके, നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അവന്റെ പ്രവൃത്തികളെയും ഓർത്ത്, हमारे जीवन में उनके किए हुए कामों को याद करके, അവന്റെ നന്മകളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി അറിയിച്ചു. उनकी अच्छाइयों को ध्यान करके उनको धन्यवाद करना। Praise the Lord. Hallelujah. നന്ദിയുള്ള ഹൃദയം ദൈവത്തിന് വസിക്കുവാൻ ഇഷ്ടമുള്ള ഒരു ഹൃദയം. क्योंकि एक धन्यवाद से भरा हुआ हृदय परमेश्वर को वास करने के लिए बहुत पसंद है। അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ് മനുഷ്യൻ നന്ദി കെട്ടവരായി തീരും എന്നുള്ളത്. अंत के समय का एक लक्षण ये भी है कि मनुष्य धन्यवादी नहीं रहेगा। മാനവജാതിയുടെ വീഴ്ചയുടെ കാര്യങ്ങൾ വർണ്ണിക്കുന്ന ഒരു വേദഭാഗമാണ് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ रोमी 1 ഇതിന്റെ 21-ാം വാക്യം തൽക്കാലം വായിക്കാം. का 21 पढ़ेंगे। रोमियो 1 का 21। യെസ്. इस कारण की അവരുടെ परमेश्वर വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അത് മാനവജാതിയുടെ ഹൃദയം ഇരുണ്ടുപോകാനുള്ള കാരണം मनुष्य जाति के निर्बुद्धि मन अंधकार हो जाने का कारण, ദൈവത്തെ അറിഞ്ഞിട്ടും परमेश्वर को जानकर भी, ദൈവം ഉണ്ടെന്നറിഞ്ഞിട്ടും परमेश्वर है जानकर അവന് भी, കൊടുക്കേണ്ട മഹത്വം കൊടുക്കുകയോ उनको जो महिमा देनी है അവന് നന്ദി കരയറ്റുകയോ ചെയ്യായ കൊണ്ട് और उनको धन्यवाद न देकर they were not thankful. वो धन्यवादी नहीं അവർ थे। ദൈവത്തിന് നന്ദി കരയറ്റാഞ്ഞതുകൊണ്ട് वो परमेश्वर को धन्यवाद न करने അവരുടെ के कारण വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. उनका निर्बुद्धि मन अंधकार हो गया। അണ്ടർസ്റ്റുഡ്? എന്നിട്ട് താഴോട്ട് നമ്മൾ കാണുന്നത് അവര് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് और नीचे को हम पढ़ते हैं कि वो परमेश्वर से दूर എന്ത് होकर സംഭവിച്ചു? क्या हुआ? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി തീർന്നു. പിന്നെ वे അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള നാൽക്കാലി സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്നതിന് പകരം അവർ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കാൻ തുടങ്ങി. वे अपने आप को बुद्धिमान जताकर मूर्ख बन गए और अविनाशी परमेश्वर की महिमा को नाशवान मनुष्य और पक्षियों और चौपायों और रेंगने वाले जंतुओं की मूर्त की समानता में बदल डाला। ദൈവത്തിന് നന്ദി കരയറ്റില്ല എങ്കിൽ अगर परमेश्वर को धन्यवाद नहीं നമ്മുടെ किया तो ഹൃദയത്തിലേക്ക് ഇരുട്ട് കടന്നു വരും. हमारे हृदय में अंधकार आ जाएगा। വിവേകമില്ലാത്ത നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇരുട്ട് കടന്നു വന്നിട്ട് अविवेकी हृदय में अंधकार आकर നമ്മൾ ദൈവത്തെ വിട്ടകലും. हम परमेश्वर से दूर हो जाएंगे। Unthankfulness is a dangerous thing. और धन्यवादी न रहना एक बहुत खतरनाक बात है। അന്ത്യകാലത്തെ കുറിച്ച് 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. The end time. दूसरा तिमोथी 1 മുതലുള്ള വാക്യങ്ങളിൽ 2 തീമോത്തിയോസ് 3-ാം അധ്യായം 2 തിമോത്തി chapter 3 verse 1 onwards. तीसरा अध्याय का അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാ മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അത് വായിച്ചു. വമ്പ് പറയുന്നവരും നന്ദി കെട്ട ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഇവിടുന്ന് ചിന്തിക്കുന്നുള്ളൂ. അന്ത്യകാലത്ത് മനുഷ്യർ നന്ദി കെട്ടവരായിരിക്കും. In time, people will become कृतज्ञ. Praise the Lord. कृतज्ञ. They are people who are not thankful. जो धन्यवाद न देने वाले, Unthankful people. നന്ദി ഇല്ലാത്തവരായി തീരുക. जो धन्यवाद न एक मन न रखने वाले അന്ത്യകാലത്തിന്റെ ലക്ഷണം. अंत के समय का लक्षण है। ഹല്ലേലൂയ. നന്ദി ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ജീവിതത്തിൽ എന്താണ് വരിക? സാധാരണ
हृदय में we are not thankful, what will come out of our heart? अगर धन्यवाद हृदय में नहीं होगा तो क्या होगा? 1 Corinthians 10 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, पहला कुरिन्थी 10 ഇസ്രായേൽ में ജനം पढ़ते हैं, നന്ദി കരേറ്റുന്നതിന് പകരം instead of thanking God for all what he has done, इजराइल के लोग धन्यवाद परमेश्वर को जो उन्होंने किया है उसके लिए धन्यवाद देने की जगह पर ദൈവം ഇസ്രായേലിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, तो परमेश्वर ने मिस्र में किया हुआ अद्भुत कार्यों को याद ചെങ്കടലിനെ करके, വിഭാഗിച്ചതോർത്ത്, समंदर को भाग करके देखकर, മന്ന കൊടുത്തതോർത്ത്, मन्ना दिया देखकर, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതോർത്ത്, चट्टान से पानी दिया देखकर, ദൈവത്തിന് നന്ദി കരേറ്റുന്നതിന് പകരം उनको धन्यवाद देने की जगह അവരെന്ത് पे ചെയ്തു? What उन्होंने did क्या they किया? do? उन्होंने क्या They किया? murmured. They उन्होंने complained. गुड़गुड़ाया। അവർ പിറുപിറുക്കുന്നവരായി ആവലാതി പറയുന്നവരായി തീർന്നു. उन्होंने कुड़कुड़ाना शुरू किया, दोष लगाना शुरू किया। എന്താണ് സംഭവിച്ചെന്നറിയാമോ? तब क्या അവർ हुआ? പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ, जब कुड़कुड़ाना शुरू അവർ किया, ആവലാതി പറയാൻ തുടങ്ങിയപ്പോൾ, दोष लगाना शुरू ദൈവം किया, അവരുടെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. परमेश्वर ने उनके बीच में अग्नि सर्प भेजे വലിയ അഗ്നി സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ചു. കടിച്ചവരൊക്കെ മരിച്ചു. और अग्नि सर्पों ने आके उनको डसना शुरू किया और वो मरे। God wanted to tell them that something like a poisonous snake, एक അഗ്നി जहरीले സർപ്പം പോലെയുള്ള ഈ വിഷമാണ് പിറുപിറുക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. जो कुड़कुड़ाते हैं, दोष लगाते हैं, उनके जीवन में ऐसे जहरीले सांप काम करते हैं। മരണകരമായ വിഷം. एक मर जाने लायक जहर। യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, याकूब की पत्री में पढ़ते हैं, നാവിന്റെ അടിയിൽ എന്താ ഉള്ളത്? जीभ के नीचे क्या What is है? underneath the tongue? जीभ के नीचे क्या അണലി है? വിഷം. അത് മരണകരമായ വിഷമുള്ളതാണ്. वो एक जहरीले सांप का जहर है। ദൈവത്തിന് നന്ദി കരേറ്റേണ്ട നാവ് കൊണ്ട് നാം എപ്പോഴെങ്കിലും കംപ്ലൈന്റ് പറയുകയോ മർമ്മർ ചെയ്യുകയോ ചെയ്താൽ, പിറുപിറുക്കുകയോ ചെയ്താൽ, जो परमेश्वर को धन्यवाद देने के लिए रखे हुए जीभ से अगर कुड़कुड़ाया और दोष किया तो നമ്മുടെ ഉള്ളിലും ഈ വിഷം വ്യാപരിക്കും. हमारे अंदर भी ये जहर काम करेगा। ദൈവം അപ്പോൾ ഒരു മോശയോട് പറഞ്ഞു, ഇതിനൊരു പ്രതിവിധി. मूसा से उसके लिए एक इसके लिए एक इलाज किया। ഒരു പ്രതിവിധി അവിടെ മരുഭൂമിയിൽ ഉയർത്തി. എന്താണ്? वो इलाज क्या था? ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി, एक तांबे का सांप बनाया അതിനെ ഒരു കൊടിമരത്തിൽ ഉയർത്തി വെച്ചു. और उसको एक लकड़ी पे, छड़ी पे उसको खड़ा किया। ദൈവം പറഞ്ഞു, प्रभु ने ഈ कहा, പിച്ചള സർപ്പത്തെ നോക്കുന്നവനെല്ലാം जो भी इस तांबे के सांप को देखेगा പാമ്പിന്റെ കടിയാൽ മരിക്കത്തില്ല. उस जहर से नहीं मरेगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, प्रभु यीशु ने कहा, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. मूसा ने रेगिस्तान में जैसे उस तांबे के सांप को खड़ा किया, वैसे ही मनुष्य के पुत्र को भी खड़ा നമ്മുടെ करना होगा। ജീവിതത്തിലെ പിറുപിറുപ്പ് മാറണമെങ്കിൽ, हमारे जीवन का कुड़कुड़ाना अगर നമ്മുടെ जाना है तो, ജീവിതത്തിലെ അതൃപ്തി മാറണമെങ്കിൽ, हमारे जीवन का अतृप्त ഈ अवस्था जाना है ക്രൂശിൽ तो ഉയർത്തിയ യേശു കർത്താവിനെ നോക്കണം. क्रूस पे चढ़ाए हुए यीशु प्रभु को ഈ देखना है। യേശുവിനെ നോക്കുമ്പോൾ यीशु को देखते वक्त വിശ്വാസത്തിൽ നാം ഉറയ്ക്കും. हम विश्वास पे स्थिर होंगे। വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോൾ विश्वास में जब स्थिर होंगे what will happen next? क्या होगा? സ്തോത്രത്തിൽ കവിയും. Praise the Lord. धन्यवाद से വിശ്വാസത്തിൽ भरेंगे। ഉറയ്ക്കുമ്പോഴാണ് സ്തോത്രത്തിൽ കവിയുന്നത്. जब विश्वास से भर जाते हैं तब मुंह से धन्यवाद निकलता है। യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കണം. यीशु के क्रूस में देखना സകല है। പിറുപിറുപ്പിനും പരിഹാരം അവിടെ ഉണ്ട്. सारी कुड़कुड़ाने का इलाज वहीं पे है। പിറുപിറുപ്പ് ഒരു വിഷ സർപ്പം നമ്മളെ കടിക്കുന്നത് പോലെ, ये कुड़कुड़ाना या दोष लगाना एक जहरीले सांप के डसने जैसा അത് है। നമ്മളെ കൊന്നുകളയും, അത് നമ്മളെ ഇല്ലാതാക്കി കളയും. वो हमको मार देगा। ഈ ക്രൂശിലേക്ക് നോക്കിയ ये क्रूस पे देखा तो സകല മാനവജാതിയുടെയും സകല പാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവറിയിൽ മരിച്ച യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ, मानव जाति के पाप के इलाज के लिए मरे हुए यीशु मसीह को देखा तो നമ്മുടെ ജീവിതത്തിന്റെ പിറുപിറുപ്പെല്ലാം हमारे जीवन का दोष लगाना, कुड़कुड़ाना निकल जाएगा തീരും. और हम धन्यवाद We'll देंगे become thankful people. और हम धन्यवादी हो ദൈവത്തിന് जाएंगे। നന്ദി കരേറ്റാനാണ് ദൈവം നമ്മളെ കണ്ടത്. परमेश्वर को धन्यवाद देने के लिए हमको എന്തിനാണ് ദൈവം बुलाया? നമ്മളെ വിളിച്ചിരിക്കുന്നത്? हमको क्यों बुलाया? നന്ദിയുള്ളവരായിരിക്കുക. कि हम धन्यवादी हो। ലേഖനം, കൊലോസ് ലേഖനം എല്ലാം വായിച്ച് ധ്യാനിച്ചു നോക്കി. एफेसियों में, कोलोसियों में सब पढ़ के എന്താണ് देखिए അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്? क्या लिखा है वहाँ पे। ഈ താങ്ക്ഫുൾ, धन्यवादी रहो, നന്ദിയുള്ളവരായിരിക്കും. धन्यवादी रहो। ദൈവത്തിന് നന്ദി കരേറ്റുക നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ വിഷയം. हमारे जीवन का सबसे महत्वपूर्ण विषय है कि हम परमेश्वर को Once again, धन्यवाद we'll दें। come back to 104 Psalm verse 4. 104 भजन संहिता के चौथे अध्याय में आएंगे। 104 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. 104 भजन संहिता। അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും 104 സങ്കീർത്തനം, 100 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. I'm sorry.
100 Psalm 100 verse 4. भजन संहिता 100 का 4. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ हम परमेश्वर की संगति में जब आते हैं, എങ്ങനെ അവന്റെ സന്നിധിയിൽ വരണമെന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. उनकी संगति में हमें कैसे आना है How are we करके to बताया come है. before his presence? उनकी संगति में कैसे आना है. There is no other way to come into the presence of the Lord except by these two things. इन दो बातों को छोड़ के कोई दूसरा मार्ग नहीं है Number परमेश्वर के one, पास आने का. पहला, come into his presence with thanksgiving. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടുകൂടെ വരണം. उसके फाटकों से धन्यवाद और से धन्यवाद से उसके फाटकों में आना. हालेलुया. ദൈവം വെച്ച വ്യവസ്ഥയാണ് ഇത്, മനുഷ്യർ വെച്ച വ്യവസ്ഥയല്ല. ये प्रभु की रखी हुई व्यवस्था है, मनुष्य की नहीं है. Come, enter into his gates with thanksgiving. उनके फाटकों में धन्यवाद के साथ प्रवेश करो. Holy Spirit inspired word of God says we should enter into the presence of God with thanksgiving. पवित्र आत्मा ने लिखा है कि उनके फाटकों में धन्यवाद के साथ प्रवेश And करो. then when you come into the courts, ദൈവത്തിന്റെ ആ പ്രാകാരങ്ങളിലേക്ക് വരുമ്പോൾ और उनके आंगनों में प्रवेश करते എങ്ങനെ हुए വരണം? कैसे आना है. സ്തുതികളോടുകൂടെ വരണം. स्तुति करते हुए. With praises. स्तुति करते हुए. ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ ശക്തിയായി ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം. परमेश्वर की स्तुति करना बहुत गंभीर रूप से उनके वचनों में कहा गया ദൈവത്തിന്റെ है. സ്തുതിയെ വർണ്ണിക്കാനാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, മറക്കരുത്. उनकी स्तुति करने के लिए हमको चुना गया है. ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. परमेश्वर की स्तुति करने के लिए हमको बुलाया गया है. ദൈവത്തിന് സ്വർഗ്ഗദൂതന്മാരുടെ ആരാധന ഇല്ലാഞ്ഞിട്ടല്ല, परमेश्वर को स्वर्गदूतों की आराधना नहीं है इसलिए नहीं. തന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വകരമായ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. उनकी रचनाओं में सबसे सर्वश्रेष्ठ रचना जो मनुष्य है वो उसकी स्तुति और आराधना करे, वो उनको पसंद है. 22 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ഈസ് എ മസൈക് സോങ് സാം, അതായത് മശിഹായുടെ സങ്കീർത്തനം എന്ന് അറിയപ്പെടുന്ന 22-ാം സങ്കീർത്തനം, സാം 22 വേഴ്സ് 3. 2200 भजन संहिता 3रा वचन. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ ആ. നീ പരിശുദ്ധനാകുന്നു. മതി. हालेलुया. ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, thou art holy, O thou that inhabitest the praises of Israel. परंतु तू जो इज़राइल की स्तुति के सिंहासन पर विराजमान है, तू तो पवित्र है. ഇത് വളരെ കറക്റ്റാണ് പരിഭാഷ ഹിന്ദിയിൽ. हालेलुया. तू जो इस्राएल के स्तुति में विराजमान है, नहीं तो सिंहासन डाल के बैठने वाला परमेश्वर. हालेलुया, तू पवित्र है. You understood? Hallelujah. You who are enthroned in the praises of Israel, you are holy. इज़राइल की स्तुति के सिंहासन पर विराजमान है, तू तो पवित्र है. ദൈവത്തിന്റെ സിംഹാസനം എത്ര ശ്രേഷ്ഠമുള്ളതാണ്. परमेश्वर का सिंहासन कितना सर्वश्रेष्ठ സ്വർഗ है. സിംഹാസനത്തെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. स्वर्ग के सिंहासन की खूबसूरती की बात എന്നാൽ ആ कोई नहीं कर सकता. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ വന്ന സിംഹാസനം ഇട്ട് വസിക്കാനാണ് ദൈവം. उस सिंहासन से उतर के परमेश्वर के लोगों की स्तुति पे अपना सिंहासन रखना चाहते നമ്മുടെ हैं. സ്തുതി എത്ര ആവശ്യമുള്ളതാണ്. तो हमारी स्तुति कितनी ദൈവത്തിന് जरूरी are है. we making a place for God to establish his throne upon our praises? क्या हम परमेश्वर के लिए वो जगह स्तुति के द्वारा दे रहे हैं कि वो अपने सिंहासन को रखे. He that inhabiteth or enthrones in the praises of his people. वो जो अपने लोगों की स्तुति के सिंहासन पर विराजमान हो. ദൈവം ആഗ്രഹിക്കുന്നതാണ്. परमेश्वर यही चाहते हैं. ദൈവത്തിന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ തന്റെ സിംഹാസനം ഇട്ട് അവിടെ വസിക്കാൻ. परमेश्वर के लोगों के What does it स्तुतियों mean? पर सिंहासन रखना. God delights in the praises of his people. परमेश्वर के लोगों का स्तुति उनको बहुत पसंद है. ദൈവത്തിന് തന്റെ ജനത്തിന്റെ സ്തുതി വളരെ ഇഷ്ടമുള്ള കാര്യം. अपने लोगों का स्तुति और आराधना उनको बहुत पसंद है. സ്തുതിയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 96:4 and 96:4, 145:3 and 48:1. It's all same things, talks about the same thing. God is great and he is greatly to be praised. परमेश्वर Praise the Lord. सर्वश्रेष्ठ है और उनको सर्वोत्तम स्तुति देनी है. ദൈവം വലിയവനാണ്, അവൻ സർവ ആരാധനയ്ക്ക് സ്തുതിക്കും യോഗ്യനാണ്. परमेश्वर सर्वश्रेष्ठ है और वो सर्वोत्तम स्तुति 96:4 के अधिकारी है. and 145:3, 96:4. യഹോവ വലിയവനും യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. For the Lord is great. I told you why we should praise God.
हालेलुया। ഞാൻ പറഞ്ഞു ഒരിക്കൽ ആരംഭത്തിലെ പറഞ്ഞു എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്? हम यहोवा की स्तुति क्यों करते हैं? ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. क्योंकि वो महान है। അവന്റെ വലിമയെ ഓർത്താണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. उनकी महिमा को देखकर हम उनकी स्तुति करते हैं। ഇവിടെ എഴുതിയിരിക്കുകയാണ് യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. क्योंकि यहोवा महान और अति स्तुति के योग्य है। അതിസ്തുതിക്ക് യോഗ്യ ഹൈ. हालेलुया। ഏറ്റവും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ, അവനാണ് നമ്മുടെ ദൈവം. अति स्तुति Praise the के Lord. योग्य केवल एक ही है और वो हमारे परमेश्वर है। 145:3 and 48:1 it's the same message, same ഒരേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. God is great and greatly to be praised. Praise the परमेश्वर Lord. महान है और वो अति स्तुति के योग्य യഹോവ है। വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. Great is the Lord and greatly to be praised and his greatness is unsearchable. हालेलुया। यहोवा Praise the Lord. महान है, महान और अति स्तुति के योग्य है और उनकी बड़ाई अगम है। ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് വന്നപ്പോൾ जब इजराइल के लोग समंदर पार लाल करके समुद्र पार करके लाल समंदर पार करके उस जब पार रेगिस्तान में आए, മിസ്രയീമിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി കണ്ടിട്ട് मिस्र के ऊपर परमेश्वर का न्याय അവർ देखा। അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. वो बहुत ऊंचे आवाज में परमेश्वर की आराधना करने തങ്ങളെ लगे। പിന്തുടർന്ന മിസ്രയീമ്യർ ശവങ്ങളായി കിടക്കുന്നത് കണ്ടപ്പോൾ उनके पीछे आते हुए मिस्र के लोगों को शव के रूप में देखा। അവർ വലിയ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ऊंचे आवाज में परमेश्वर की स्तुति और आराधना അതിനൊരു की। വലിയ ദൈവിക മർമ്മം അവർ പറയുന്ന പാട്ടിനകത്തുണ്ട്. उस गीत में एक बहुत बड़ा एक रहस्य रहा है। Exodus 15:11 निर्गमन 15:11 പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? ആ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ നിനക്ക് തുല്യൻ ആ. या। हे यहोवा देवताओं में तेरे तुल्य कौन है? हाँ। तू तो पवित्रता के कारण हाँ। महाप्रतापी और अपनी स्तुति करने वालों के भय के योग्य हाँ। और आश्चर्य कर्म का करता है। You are fearful in praises. हालेलुया। स्तुति के സ്തുതികളിൽ ഭയങ്കരനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया। स्तुति करने वालों के भय के योग्य। ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ परमेश्वर के लोग जब उनकी आराधना करते हैं, ദൈവത്തിന് ജനത്തിന് വിരോധമായി വരുന്നവരുടെ ഉള്ളിലേക്ക് ദൈവം ഒരു ഭയമയക്കും. जो परमेश्वर Praise the के Lord. लोगों के विपरीत आते हैं, उनके अंदर एक भय परमेश्वर देखते हैं। ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ जब परमेश्वर की स्तुति और आराधना നമ്മുടെ करते हैं, വൈരികളുടെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു വലിയ ഭയമയക്കും. तो हमारे विरोधियों के मन में परमेश्वर एक भय He देते is हैं, fearful in praises क्योंकि वो and स्तुति में भयंकर है। glorious in holiness. हालेलुया। Glorious in holiness. और पवित्रता के कारण महाप्रतापी है। Psalm 149 verse 3 and verse 6. 149 भजन से 149 Psalm and verse 3 and verse 6. तीसरा वचन। അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ആ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കേണ്ടത്? परमेश्वर की स्तुति कैसे करनी है? എങ്ങനെയാ? നമ്മളെല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് ആളുകൾ. We are so sophisticated people. हालेलुया। Hallelujah. കൈകൊട്ടുന്ന തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. हम लोग ताली ही बड़े मुश्किल से मारते हैं। ദാവീദ് രാജാവ് നൃത്തം ചെയ്ത് പൂർണ്ണ ശക്തിയോടെ ആ പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടി. जब परमेश्वर के संदूक के सामने दाऊद राजा नाच रहे थे, ഒരു വലിയ രാജ്യത്തിന്റെ മഹാരാജാവാണ്, മറക്കരുത്. वो एक बड़े राज्य के महाराजा हैं ഹാലേലൂയ. ശക്തനായ ഒരു और രാജാവാണ്. शक्तिशाली राजा हैं। ഈ രാജാവ് ये राजा ദൈവത്തിന്റെ പെട്ടകം വരുന്നു എന്ന് കണ്ടപ്പോൾ परमेश्वर का संदूक आ रहा है देखा तो പൂർണ്ണ ശക്തിയോടെ അതിന്റെ മുമ്പിൽ കുതിച്ചു ചാടി നൃത്തം ചെയ്തു. पूरी शक्ति के साथ उस संदूक के सामने नाचने लगे। തന്റെ ഭാര്യയായ മീഖൽ उनकी पत्नी मीखल കിളിവാതിൽ കൂടെ നോക്കി झरोके से उन्होंने देखा, രാജാവ് ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത് കണ്ടിട്ട് राजा को ऐसे नाचते उछलते कूदते देखा ഹൃദയത്തിൽ तो അവനെ നിന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. अपने हृदय में उनकी निंदा ഹല്ലേലൂയ. की। ഈ രാജാവിന് വേറെ ജോലിയില്ലേ? ये राजा को और कोई ഇങ്ങനെ काम കിടന്ന് नहीं है, മുകളോട്ടൊന്നായിട്ട് ചാടുന്നോ? ऐसे उछल कूद कर रहे हैं। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ സ്തോത്രം. हालेलुया। രാജാവ് आपको धन्यवाद। ദാവീദിനെ കണ്ടോടനെ പറഞ്ഞു,
दाऊद को देखकर उन्होंने कहा, എന്തൊരു മഹത്വമാണ് ഈ വേലക്കാരുടെയൊക്കെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ചാടുന്നത്. ये नौकरों के सामने ऐसे उछलते कूदने में क्या महिमा എന്തൊരു है? മാനമായത്. ये कैसा मान है? അപ്പോ അവളോട് പറഞ്ഞ എന്താണെന്നറിയാമോ ദാവീദ്? दाऊद ने उनसे क्या कहा? ആടുകളെ മേയ്ക്കുന്നവന്റെ ഇടയിൽ നിന്നും ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നവരുടെ ഇടയിൽ നിന്നും എന്നെ നിന്റെ അപ്പനെ മാറ്റിയിട്ട് രാജാവാക്കിയ എന്റെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ ഞാൻ ഇനിയും ശക്തിയോടെ നൃത്തം ചെയ്യും. हालेलुया, हालेलुया। Praise the Lord। उन्होंने कहा कि भेड़ों को चराते चलते समय तेरे पिता राजा को हटाकर मुझे राजा बनाया, उस परमेश्वर को मैं हमेशा नाचते हुए स्तुति आराधना हालेलुया। करूंगा। हालेलुया। മീഖലിന് വന്ന ന്യായവിധി അവിടെ എഴുതിയിട്ടുണ്ട്. मीखल के ऊपर क्या न्याय हुआ? ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരെങ്കിലും കളിയാക്കിയാൽ अगर परमेश्वर की स्तुति आराधना करते वक्त किसी ने अगर निंदा की तो ഭയപ്പെട്ടോണം. डरने की അവിടെ जरूरत है। എഴുതിയിരിക്കുന്നു ദാവീദിനാൽ അവൾക്ക് ഒരു സന്തതിയുണ്ടായി. दाऊद के द्वारा उसको फिर कोई संतान नहीं हुई। ഹല്ലേലൂയ. അവൾക്ക് ഒരു സന്തതിയും ലഭിക്കാനിടയായില്ല. उसको कोई संतान नहीं हुई। ദൈവവേദിലെ വളരെ സൂക്ഷിച്ചോണം. ये बात ध्यान करने की ദൈവത്തെ है। ആരാധിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണ്. പ്രിവിലേജ്. परमेश्वर की आराधना करना सबसे बड़ा एक अनुग्रह ദൈവത്തെ है। സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് നോട്ട് എ സജഷൻ. ये एक आज्ञा है. आज्ञा है। हाले सलाह नहीं है, आज्ञा है. आज्ञा. इट्स a commandment of God. ये परमेश्वर की आज्ञा है। Hebrews 13 verse 15. എബ്രായ ലേഖനം 13:15. 13 का 15। इब्रानी 13 का 15। Yes. By him therefore let us offer the sacrifice of praise to God continually. That is the fruit of our lips, giving thanks to his name. इसलिए हम उसके द्वारा स्तुति रूपी बलिदान अर्थात उन होठों का फल जो उसके नाम का अंगीकार करते हैं परमेश्वर को सर्वदा चढ़ाया करें। വായിച്ച മലയാളം. हालेलुया। അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് ആ. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആ. അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷിന്റെ പരിഭാഷയാണ് കുറച്ചുകൂടെ വ്യക്തം. Therefore by him let us offer the sacrifice of praise to God continually. That is the fruit of our lips, giving thanks to his name. हालेलुया। നന്ദിയും സ്തോത്രവും ഒരുപോലെ ഇടകലർന്നു പോകുന്നു. धन्यवाद और आराधना एक साथ चलती ഞാൻ है। പറഞ്ഞല്ലോ സങ്കീർത്തന പുസ്തകം എന്ന് പറയുന്നത് നന്ദിയുടെയും സ്തുതിയുടെയും പുസ്തകമാണ്. भजन संहिता की किताब स्तुति और आराधना की किताब है। ധന്യവാദ और സ്തുതി. धन्यवाद और स्तुति की किताब है। നന്ദിയുടെയും സ്തുതി. ആരാധന is entirely different. We will come to that later on. हालेलुया। Praise the Lord. आराधना एक दूसरा विषय है, उसको अलग से पढ़ेंगे। We are thinking about 3 subjects. 3 കാര്യങ്ങളാണ് നമ്മൾ 3 ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. विषय के बारे में पढ़ रहे हैं। Thanksgiving, धन्यवाद, praise स्तुति and worship. और आराधना। അപ്പോൾ ആരാധന വരുന്നേ ഉള്ളൂ. आराधना आ ही रहा है। ദൈവത്തെ സ്തുതിക്കുന്ന വിഷയമാണ് നമ്മളിവിടെ अभी പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम स्तुति के बारे में सीख रहे हैं। ആ ദൈവത്തിന് എപ്പോഴും സ്തുതി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അതരബലമാകുന്ന സ്തുതി അർപ്പിക്കണം. हमारा स्तुति रूपी बलिदान हमेशा देते रहना है। ഓട്ടോം കാ ഫൽ. हालेलुया। അത് വെറുതെ ഹൃദയത്തിൽ പറഞ്ഞാൽ പോരാ. केवल हृदय में बोलना അത് नहीं है, വായുടെ ഫലമായിട്ട് ദൈവത്തിന് കൊടുക്കണം. वो मुंह से परमेश्वर को देना है। ഞങ്ങൾ അതരബലമാകുന്ന സ്തോത്രയാഗ കാളകളെ അർപ്പിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ भजन सहित भविष्यवक्ता ने जैसे कहा है कि हम अपने होठों का फल बलि के रूप में चढ़ाते रहेंगे। ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കണം. परमेश्वर को स्तुति देते रहना है। നന്ദിയും സ്തുതിയും അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് ആൻഡ് പ്രൈസ് must mingle together and continuously be offered to the Lord as a sacrifice. धन्यवाद और स्तुति एक साथ मिलकर एक बलिदान के रूप में परमेश्वर को समर्पित करना है। ചെലവില്ലാത്ത കാര്യമല്ല യാഗം. യാഗത്തിന് ചെലവുണ്ട്. ये खर्चा है। बिना खर्चे का काम नहीं है ये। ഹല്ലേലൂയ. നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യം. इसके लिए हमको यत्न करना ഇത് होगा। നമുക്ക് ആദ്യമേ എഫർട്ട് എടുത്ത് ചെയ്തേ മതിയാകുള്ളൂ. यत्न करके इसको करना ही ഇത് होगा। മനസ്സിലാക്കണം. ദൈവത്തിന് നന്ദിയും സ്തുതിയും നിരന്തരം കരയറ്റണം. परमेश्वर को धन्यवाद और स्तुति देते रहना है। ഞങ്ങൾ മർത്തോമായിലായിരിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു, जब ये मर्तोमा में थे, ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ചൊല്ലും, वहाँ पे ഞങ്ങളും जो കൂടെ ചൊല്ലും. पादरी जो थे पहले गाली वाला पंडा। वो वहाँ के पादरी हमेशा സ്തുതിയും बोलते थे, സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും വന്ദനവും തേജസ്സും ഞങ്ങൾ നിരന്തരം അർപ്പിക്കുന്നു. അത്രേ ഉള്ളൂ, പിന്നെ ഒരിക്കലും പറയാം. Praise the Lord. നിരന്തരം അർപ്പിക്കുന്നു എന്ന് പറയും. 4 സ്തോത്രം ഉറക്കെ പറഞ്ഞാൽ ആകെ പെന്തക്കോസ്തുകാരനെന്ന് വെച്ചിട്ട് അവന് പുറത്താണ്. Praise the Lord. മനസ്സിലായോ? They never say anymore. वो Just समय once.
वो केवल उस समय बोलते हैं, उसके बाद नहीं बोलते। എന്നാൽ നമ്മൾ നിരന്തരം അർപ്പിക്കുന്നു പറയുമ്പോൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. यहाँ पे जब निरंतर देते रहना है, मतलब देते रहना है, ഹൃദയത്തിലല്ല, हृदय में വാ नहीं, കൊണ്ട് കൊടുക്കണം, വാ കൊണ്ട്. मुंह से बोलना है। അതിന്റെ ഫലമാണത്. यह होठों का फल है। ദൈവം അത് ആഗ്രഹിക്കുന്നു. परमेश्वर वो चाहते हैं। Praise the Lord. हालेलुया। 34 Psalm verse 1 ദാവീദ് എന്താ പറയുന്നത്? വളരെ ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷനിലായിരുന്ന ദാവീദ് രാജാവ് സങ്കീർത്തനം 34 വാക്യം. 34 भजन संहिता 34 का 1। ആ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ആ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. Praise the Lord. ഇത് എപ്പോ ചമച്ച സങ്കീർത്തനമെന്നറിയാമോ? എന്റെ ഹെഡിങ് എല്ലാവരും വായിക്കണേ. You should read the heading also. इसका जो ऊपर का Was it a very heading है वो peaceful पढ़ना है। shine? क्या ये ऐसे വളരെ വളരെ സ്വസ്ഥമായ ഒരു സമയത്താണോ? किसी आराम के समय में लिखा था? അന്യദേശത്ത് ശൗലിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് दूसरे देश पे शाऊल राजा से अपनी जान बचा के भागते वक्त അബീമേലെക്കിന്റെ കയ്യിൽ അകപ്പെട്ടു. अबीमेलेक के हाथ में पड़ गए। അതായത് ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിന്റെ കയ്യിൽ തല പോകാവുന്ന സാഹചര്യത്തിൽ फिलिस्तीन के राजा अबीमेलेक के हाथ में पड़ गए, सर कट सकता है। കാരണം ഫെലിസ്ത്യരെ കൊന്ന അഗ്രകർമ്മം കൊടുത്താണ് ശൗലിന്റെ മരുമകനായി शाऊल മീഖലിനെ के കല്യാണം കഴിച്ചത്. मीगल से शादी फिलिस्तीनियों को मार के उनका भेंट चढ़ा के में हुआ था। ഹല്ലേലൂയ. അതുപോലെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നവനാ. शाऊल ने अगर 1000 को मारा तो दाऊद ने 10,000 को मारा था। ഫെലിസ്ത്യന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നത്. उस फिलिस्तीनियों के हाथ में पड़ गए। താൻ ഒരു ഭ്രാന്തനെ പോലെ നടിച്ച് അവിടുന്ന് പുറത്തു വന്ന് രക്ഷപ്പെട്ടു. वहां पे एक पागल की तरह नाटक किया और वहां से बच के आए। ആ സമയത്ത് രചിച്ച സങ്കീർത്തനം. उस समय लिखा हुआ भजन എന്താ संहिता പറയുന്നത് है। ദാവീദ്? उन्होंने क्या कहा? ഞാൻ യഹോവേ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിത് പറയുന്നുണ്ട്, ഏറ്റു പറയുന്നുണ്ട്, പക്ഷെ സത്യമാണോ നമ്മുടെ ജീവിതത്തിൽ? मैं हर समय यहोवा I को will धन्यवाद bless कहा the करूंगा। Lord, or I will praise the Lord at all times. The मैं- times may change. मैं हर समय यहोवा को धन्यवाद कहा करूंगा। എപ്പോഴൊക്കെ? समय हमेशा बदलता रहता है। ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് വന്നാലും जीवन में चाहे कोई भी अवस्था हो, ഒരു തീരുമാനമായിട്ട് എടുക്കണം. ये एक निर्णय लेना है। എന്ത് വന്നാലും, സാഹചര്യങ്ങൾ എന്തെല്ലാം മാറിയാലും, अवस्था चाहे कोई भी हो, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. मैं यहोवा को हर समय धन्यवाद അവന്റെ करूंगा। സ്തുതി എപ്പോഴും എന്റെ നാവിൽ. उसकी स्तुति निरंतर मेरे मुख में അവന്റെ होती സ്തുതി, रहेगी। his praise shall continually be in my mouth. उसकी स्तुति निरंतर मेरे मुख से होती रहेगी। എവിടെയായിരിക്കുന്നത്? कहाँ बैठे हैं? ഇൻ മൈ ഹാർട്ട് അല്ല, മൗത്ത്. मेरे हृदय में नहीं कहा है, मेरे मुख में कहा है। ദൈവമുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി. एक बात ध्यान दें, ഹൃദയവും വായും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ്. हृदय और मुंह में एक ना अलग होने वाला एक संबंध है। വളരെ ക്ലോസ് ആയ ഒരു ബന്ധം. दोनों जुड़े हुए हैं। അത് യേശു തന്നെ പറഞ്ഞു. यीशु ने भी कहा, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ, ഹൃദയ സെ ജോ ഭർ के बहते हैं वो मुंह से बाहर आते हैं. हालेलुया। ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നു എങ്ങനെ അറിയുന്നത്? हृदय में भरा है करके कैसे पता चलेगा? വായി കൂടെ പുറത്തു വരും. वो मुंह से बाहर आएगा। നിങ്ങളുടെ ഹൃദയത്തിൽ സ്തുതിയുണ്ടോ എന്ന് അറിയണമെങ്കിൽ हमारे हृदय में स्तुति है, ये നിങ്ങളുടെ पता करने വായിൽ के लिए നിന്ന് സ്തുതി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. मुंह से निकल रहा है कि देख लो। വായി സ്തുതി ഇല്ലെങ്കിൽ, मुंह में अगर धन्यवाद नहीं है ഹൃദയത്തിൽ तो സ്തുതിയില്ല. हृदय में भी नहीं है। ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ हृदय में है तो വായിലുള്ള സ്തുതി അടക്കാൻ പറ്റത്തില്ല. मुंह से वो निकल ही जाएगा। ഹല്ലേലൂയ. അത് ഒന്ന് രണ്ട് സ്തുതിച്ച് തീർന്നു പോവുകയില്ല. वो एक दो बोल के खत्म नहीं होगा, നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. निरंतर आता रहेगा। കണ്ടിന്യൂസ് തിങ്, കണ്ടിന്യൂസ്ലി. वो बार बार होता रहेगा। പ്രൈസ് ദി ലോർഡ്. हालेलुया। ഹല്ലേലൂയ. Psalm 106 verse 47. 106 भजन संहिता 47. 47। I have this problem with Marathi and Hindi, so I often think about this one is in Hindi, Marathi. So ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും ആ. നിന്റെ സ്തുതികളിൽ പ്രശംസിക്കാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണം. ദൈവജനത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഇസ്രായേലിനെ മടക്കിക്കൊണ്ട് വരുമ്പോൾ ദൈവജനത്തെ ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും.
इजराइल के लोगों को जब बाहर लेकर आ रहे वापस लेकर आ रहे थे, या जब परमेश्वर के लोगों को वो वापस फिर करते हैं, दो बातें होती हैं। ഒന്ന് താങ്ക്സ് ഗിവിംഗ്. पहला धन्यवाद. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ദൈവത്തിന് നമ്മൾ നന്ദി കരേറ്റിക്കൊണ്ട് മടങ്ങി വരും. यशाया और यिर्मयाह की किताब में हमने देखा है कि वो धन्यवाद बोलते हुए वापस आए. പിന്നെ അടുത്തത് ഇവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. हालेलुया. तेरी स्तुति करते हुए तेरे विषय में बढ़ाई करें. कि हमको जाति से जातियों के बीच में से इकट्ठा करो. हालेलुया. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 11 വാക്യത്തിലും ഇതേ വിഷയം തന്നെ എഴുതിയിട്ടുണ്ട്. यिर्मयाह യെരമ്യാ 33:11. 33:11. ഇനിയും ആനന്ദഘോഷവും ആ. സന്തോഷധ്വനിയും ആ. മണവാളന്റെ സ്വരവും ആ. മണവാട്ടിയുടെ സ്വരവും യെസ്. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ. ആ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും ആ. യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. When the Lord returned the captivity of the land. See, when God brings back the people from captivity, അവരെ അടിമകളായി പിടിച്ചുകൊണ്ടിടത്തും തിരികെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ജനം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അന്ന് സന്തോഷധ്വനി, മണവാളന്റെ സ്വരം, മണവാട്ടിയുടെ സ്വരം, പിന്നെ സൈനിക യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. इसी में हर्ष और आनंद का शब्द, दूल्हे दुल्हन का शब्द और इस बात के कहने वालों का शब्द फिर सुनाई पड़ेगा, सेनाओं के यहोवा का धन्यवाद करो, क्योंकि यहोवा भला है और उसकी करुणा सदा की है. और यहोवा के भवन में धन्यवाद बलि लाने वालों का भी शब्द सुनाई देगा. ഓക്കെ, തിരികെ വരുന്നവരുടെ വായിൽ എന്തൊക്കെയാ ഉള്ളത്? तो लौट के आने वालों के मुंह में क्या है? God brings back the people from captivity. जिनको बंदी अवस्था से वापस लेकर आते हैं, What they will do? वो क्या करेंगे? അവരെന്ത് ചെയ്യും? क्या करेंगे? സ്തോത്രവും സ്തുതികളും കൊണ്ട് തന്റെ ആലയത്തെ നിറയ്ക്കും. उनके भवन को धन्यवाद और स्तुति से भर देंगे. ദൈവത്തിന്റെ ആലയം സ്തുതികളാലും സ്തോത്രത്താലും നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. प्रभु चाहते हैं कि परमेश्वर का भवन स्तुति और धन्यवाद से भर जाए. 30 സങ്കീർത്തനത്തിന്റെ 11 മുതൽ 12 വാക്യങ്ങൾ, 11 and 12. 30, Psalm 30, भजन verse संहिता 11 and 30 12. का 11 और 12. നീ എന്റെ വിലാപത്തെ എനിക്ക് നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. പിന്നെ എന്റെ രക്തം നീ അഴിച്ച് എന്റെ രട്ട്, എന്റെ ദുഃഖ വസ്ത്രം, അതാ രട്ട്. രട്ടെന്ന് പറഞ്ഞാൽ അതിവേദന, അതിദുഃഖകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉടുക്കുന്നതാണ് ഈ രട്ട്. രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അടുത്തത്, ഞാൻ മൗനമായി എന്തിനാ ഇതൊക്കെ ചെയ്തത്? Why God has brought us back from the captivity? എന്തിനാ നമ്മുടെ രട്ടഴിച്ച് നമ്മളെ സന്തോഷം ഉടുപ്പിച്ചത്? ഞാൻ മൗനമായിരിക്കാതെ, പിന്നെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. तूने मेरे लिए विलाप को नृत्य में बदल डाला. तूने मेरा टाट उतरवा कर मेरी कमर में आनंद का पटुका बांधा है, ताकि मेरी आत्मा तेरा भजन गाती रहे और कभी चुप न हो. സ്തുതിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചത്. हमको छुड़ाया है कि हम उनकी स्तुति और धन्यवाद करते रहें. അവന് സ്തുതി പാടേണ്ടതിന് തന്നെ. उनके स्तुति का भजन गाने के लिए മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടത്. चुप न होकर उनके लिए भजन गाते എന്റെ रहे. വിലാപത്തെ എനിക്ക് നൃത്തമാക്കി, मेरे विलाप को नृत्य में बदल डाला. എന്റെ രട്ട്, എന്റെ ദുഃഖവസ്ത്രം അഴിച്ചു മാറ്റി എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. मेरा टाट उतरवा कर मेरी कमर में आनंद का पटुका बांधा है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം. യേശു ഇവിടെ വന്നപ്പോൾ, ലോകത്തിൽ വന്നപ്പോൾ എടുത്തു വായിച്ച ഒരു വേദഭാഗമാണ്. यशाया അവരുടെ യഹൂദന്മാരുടെ സിനഗോഗിൽ, പള്ളിയിൽ സംസാരിക്കുമ്പോൾ 61 and verse 3. സിയോനിലെ ദുഃഖിതന്മാർക്ക് ആ. വെണ്ണീരിന് പകരം ആ. അലങ്കാരമാലയും ആ. ദുഃഖത്തിന് പകരം ആ. ആനന്ദ തൈലവും Yes. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. यीशु मसीह को परमेश्वर पिता ने संसार में भेजने का उद्देश्य यहाँ लिखा അതിന്റെ है. മുകളിൽ പല കാര്യങ്ങളുണ്ട്. ऊपर और भी बातें लिखी ഇവിടെ हैं. എഴുതിയിരിക്കുന്ന സിയോനിലെ ദുഃഖിതന്മാർക്ക്
വെണ്ണീറിന് പകരം അലങ്കാരവും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കും. यहाँ लिखा है सियोन के विलाप करने वालों के सिर पर की राख दूर करके सुंदर पगड़ी बांधू, अरे। कि उनका विलाप दूर करके हर्ष का तेल लगाऊं और उनकी उदासी हटाकर यश का ओढ़ना उड़ाऊं. See, ഈ ഹെവിനെസ് എന്ന് പറയുന്നത് അതായത് ഒരു നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഭാരത്തിന്റെ ഒരു അനുഭവം. हृदय में जो बोझ आता है वो अवस्था है ये. Do you know that it's a spirit? क्या आप जानते हैं कि ये भी एक आत्मा It's है? an alien spirit. It is not the spirit of God. ये एक दूसरी आत्मा है, ये परमेश्वर की आत्मा ആവശ്യമില്ലാത്ത नहीं है. ചില ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കൊണ്ടിട്ട് നമ്മളെ മനം മടുപ്പിക്കുന്ന ആ ശക്തിയുടെ പേരാണ് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. ये जो बोझ का आत्मा है, ये वो है जो बेकार की सोच विचार लाकर हमारे हृदय को दुखी करता ആ है. നമ്മുടെ മനസ്സിനെ മതിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റിന്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. ये बोझ का आत्मा है. ഇത് ആവശ്യമില്ലാത്ത ചിന്താകുലങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. बेकार का सोच विचार ये हमारे हृदय में സന്തോഷിക്കുന്നതിന് लाएगा. പകരം നാം വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കും. आनंद करने की जगह पे हम दुखी होकर सोच विचार करते रहेंगे. What Jesus will do? लेकिन यीशु क्या करेंगे? Instead of the spirit of heaviness, इस बोझ की आत्मा की He जगह will पर give us a new garment. वो हमें एक नया वस्त्र ഒരു देंगे. പുതിയ വസ്ത്രം നമ്മളെ ധരിപ്പിക്കും. एक सुंदर वस्त्र എന്താ हमको വസ്ത്രത്തിന്റെ देंगे. പേര്? उसका नाम क्या है? What is the name of that garment? उसका नाम क्या The है? garment of praise. वो Hallelujah. स्तुति का ओढ़ना है. Hallelujah. हालेलुया. ഈ സ്തുതി വസ്ത്രം ഉണ്ടോ? ये स्तुति का ओढ़ना है നമ്മളൊക്കെ क्या? ധരിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ये सब पहन के आते हैं क्या? നിങ്ങൾ എല്ലാ വസ്ത്രവും ധരിച്ചോ? आप कोई भी पहन कपड़ा पहन, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വാ. आप जो पसंद പക്ഷേ है वो അതിന്റെ पहनिए. പുറത്ത് ഈ ഗൗൺ ഇട്ടിട്ടുണ്ട്. उसके ऊपर ये Hallelujah. ओढ़ना भी ओढ़ ഈ लीजिए. ഈ ലോകത്തിന്റെ തണുപ്പേൽക്കാതെ വണ്ണം ഒരു ഗൗണാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ये इस संसार का ठंड न लगने वाला एक ओढ़ना है ये. ഹല്ലേലൂയ. വലിയ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയാൽ ठंडे देशों में जाएंगे तो കയ്യും കോട്ടും സൂട്ടും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് वो कोट सूट सब पहनने के बाद ഇനി അതിന്റെ പുറത്തൊരു ജാക്കറ്റ് ഇടും. उसके ऊपर से एक ഇല്ലേ, और അവിടെ തണുപ്പ് ओढ़ना സഹിക്കാൻ पहनते हैं. പറ്റിയില്ല. नहीं तो वहाँ की ठंड नहीं सह पाएंगे. ഇതുപോലെയാണ് a well-dressed person is the one who has put on the garment of praise before he comes into the presence of the Lord. जो परमेश्वर Praise की the Lord. संगति में उनकी स्तुति के लिए आता है वो ऐसे आता है. ഇത് തരാനാ കർത്താവ് വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ये देने के लिए प्रभु आए. സോ ഇത് വാങ്ങാൻ നമുക്ക് മനസ്സുണ്ടോ? तो ये लेने की इच्छा है क्या? ഇത് തന്നത് ഒന്ന് ഇട്ടോണ്ട് വരാൻ നമുക്ക് മനസ്സുണ്ടോ? ये डाल के आने के लिए इच्छा है क्या? നിങ്ങൾ പറയോ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ നല്ല വസ്ത്രമൊന്നും കാണത്തില്ല. Praise the Lord. അല്ലേ, അതാ ഈ ഡിഗ്നിറ്റി. വി ആർ സോ ഡിഗ്നിഫൈഡ്. हम बहुत ही എനിക്ക് യാതൊരു ഡിഗ്നിറ്റി ഇല്ല. രണ്ട് ചാടും ഉച്ചേ. ഞാൻ ഇപ്പൊ പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സന്ധി ചാടുന്നതിനോ തുള്ളുന്നതിനോ ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ആരും തുള്ളിയാൽ എനിക്ക് യാതൊരു പിണക്കും ഇല്ല, ഒരു അസൂയയില്ല. परमेश्वर के Praise सामने the Lord. उछल कूद करेंगे तो उनको कोई बुरा नहीं ദൈവസന്നിധിയിലുള്ള लगता. സ്വാതന്ത്ര്യമുണ്ട്. परमेश्वर की संगति में उसकी आजादी है. ഈ മേലാട ധരിച്ചുകൊണ്ട് വേണം ഇനിയും വരാൻ, കേട്ടോ? ये ओढ़ना पहन के आइए. Hallelujah. हालेलुया. Now Psalm 50 verse 23. I have to go fast. भजन संहिता 50 50 സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം. का 23 50 का 23. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആ. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുന്നു. हालेलुया. 50:23. Last. धन्यवाद के बलिदान का चढ़ाने वाला मेरी महिमा करता है, हाँ। और जो अपना चरित्र उत्तम रखता है उसको मैं परमेश्वर का किया हुआ उद्धार दिखाऊंगा. Whoso offers praise glorifies me, and to him that orders his conversation aright will I show the salvation of God. Hallelujah. Okay. ഈ വാക്യത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. इस वचन का एक और अर्थ है. He who praises God, ദൈവത്തെ സ്തുതിക്കുന്നവൻ, परमेश्वर का धन्यवाद स्तुति करने वाला, he opens the way for God to show him God's salvation. वो परमेश्वर के लिए उनका उद्धार दिखाने का मार्ग ദൈവത്തിന്റെ खोलता है. രക്ഷ അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ. जो स्तुति करता है वो परमेश्वर का उद्धार दिखाने का मार्ग खोल के देता है. ജീവിതകാലം മുഴുവനും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണെന്നാണ്.
जीवन में निरंतर उद्धार पाते रहना है ഞാൻ हमको। ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സോ എന്ന വാക്കിന്റെ അർത്ഥം സോ എന്ന വാക്കിന്റെ അർത്ഥം अंग्रेजी में सो शब्द का मतलब അംഗ്രേസി അല്ല, ഗ്രീക്ക്. ग्रीक, सॉरी Praise the Lord. ആ വാക്കിന്റെ അർത്ഥം उस शब्द का मतलब ജീവിതത്തിൽ എന്തെല്ലാം യേശുവിന്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നു അതിന്റെ എല്ലാം കൂടെ ഒരു വാക്കാണ് സോ എന്നതാണ്. जीवन में प्रभु यीशु मसीह के क्रूस से हमको जो भी मिलता है उस सब का संक्षिप्त में कहा है सो। അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, उसमें बीमारी से चंगाई है, പാപക്ഷമയുണ്ട്, पाप का क्षमा है, മരണത്തിൽ നിന്നുള്ള വിടുതലുണ്ട്. मृत्यु से छुटकारा है। ജീവിതത്തിൽ എന്തെല്ലാം രക്ഷയുടെ ആ വാക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ്. उस रक्षा या उद्धार का जो भी जरूरत है वो सब कुछ उसमें right है। from the day when we are born again जब से हम to the day we are caught up into the घर में air आए। to receive the Lord in the air. Till the day we are caught up in the air to receive हमारे उद्धार के दिन से उस दिन तक जब हम परमेश्वर प्रभु के लिए उठा लिए जाएंगे उस दिन तक। यीशु मसीह के दिन तक जब हम आसमान में उठा लिया जाएंगे. हालेलुया। ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ तो ये धन्यवाद का बलिदान देने वाला ദൈവം തന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കാൻ ഒരു വഴി തുറന്നു കൊടുക്കുക. परमेश्वर के उद्धार का मार्ग खोलता है। 1975 നവംബർ 27 രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടു. 1975 नवंबर 27 1975 नवंबर महीने का 27 तारीख को मेरा उद्धार हो गया. हालेलुया। അന്ന് എന്റെ മൂത്ത സഹോദരി എനിക്ക് വായിക്കാനായിട്ട് ഒരു പുസ്തകം വെച്ചു. उस बड़ी दिन बहन ने एक पुस्तक उधर रखे गया मैं पढ़ने के लिए. ഞാൻ അതുവരെ ഒരു ക്രിസ്തീയ പുസ്തകവും വായിച്ചിട്ടില്ല, ബൈബിളും വായിച്ചിട്ടില്ല, ഒന്നും. हालेलुया। Praise the Lord. എന്നാൽ അന്ന് ആദ്യമായി ഈ പുസ്തകം കയ്യിലെടുത്തു. उस दिन वो किताब हाथ में लिया। ആ പുസ്തകത്തിന്റെ പേര് उस किताब का नाम പവർ ഇൻ പ്രൈസ്. स्तुति का बल या स्तुति का शक्ति। ഹല്ലേലൂയ. എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല. सब कुछ नहीं समझ ഒരു में आया। കാര്യം എനിക്ക് പിടികിട്ടി. एक बात समझ में आया। എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്തുതി കരയറ്റണമെന്നുള്ള കാര്യം. सब बातों के लिए परमेश्वर को स्तुति करना है। എന്ത് വന്നാലും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് രീതി. चाहे कुछ भी हो स्तुति करो। എന്തെല്ലാം ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. जीवन में कोई भी मुश्किल हो स्तुति करते रहो, परमेश्वर उसका फल लाएगा। തിയറി അല്ല, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച വിഷയങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. थियरी नहीं बताया है, जो घटना हुआ है स्तुति के द्वारा जो घटना हुआ है वो पुस्तक में लिखा है. Hallelujah. That book is available, easily available in OM. If you want, some of you want to read it in English, it is available. Merlin Cortez എന്ന് പറഞ്ഞ ആൾ എഴുതിയ Power and Praise. मर्लिन कोरथेस का लिखा हुआ पावर एंड प्रेज बोल के अंग्रेजी में किताब ओएम में मिलता है। Hallelujah. എനിക്ക് ആ പുസ്തകം വളരെ എന്നെ ഹെൽപ്പ് ചെയ്തു. उस किताब ने जीवन में बहुत मदद ഈ की। കാര്യം അന്ന് എന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്ന. ये बात उसी समय हृदय में आई थी। Before we go into other details, I just want to tell you how many people or how many things are supposed to praise God. ദൈവത്തെ ആരെല്ലാം എന്തെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം. कौन कौन और क्या क्या है जो परमेश्वर की स्तुति करनी चाहिए। 148 സങ്കീർത്തനത്തിന്റെ 2 മുതൽ 12 വരെ വായിക്കുമ്പോൾ 148 Psalm 2 to 12 when you read there are 30 things or people whose names are mentioned there. 148 भजन संहिता में 2 से 12 2 से 12 ആ 30 വ്യക്തികളും അല്ലെങ്കിൽ തിങ്സ് ഓർ പീപ്പിൾ ആർ മെൻഷൻഡ്. वहाँ पे 30 ലിസ്റ്റ് കൊടുത്ത് लोगों के बारे में या അത് चीजों के बारे में സാവകാശം लिखा है। വായിച്ച ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. वो जो सूची है वो पढ़ के देखिए उसमें ബാലന്മാര്, आप आते हैं कि नहीं। വൃദ്ധന്മാര്, യുവാക്കന്മാര്, യുവതികള്, ഇങ്ങനെ എല്ലാ വലിയൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. बालक युवक या पुरुष और स्त्री बोल के बहुत सारा एक सूची दी ഈ है। 30 പേരിൽ ഈ 30 വിഷയങ്ങളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ ये 30 विषयों में अगर हम नहीं आते तो നിങ്ങളില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ अगर हम नहीं है लगता है तो വേറൊരു വാക്യം ഞാൻ പറഞ്ഞുതരാം. दूसरा वचन बताओ। അതിനകത്ത് നിങ്ങൾ നിശ്ചയമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. उसमें आप होके करके Psalm विश्वास 150 verse 6 150 150 के 6 150 का चाहिए। Hallelujah. If you have breath, you are supposed to praise God. Hallelujah. जितने प्राणी हैं सबके सब जिसमें यहाँ की प्राण स्तुति है, Hallelujah. जितनों में श्वास है, ജീവനുള്ളതൊക്കെയും എന്ത് ചെയ്യണം? യഹോവേ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും എന്ത് ചെയ്യണം? जिसमें प्राण है वो यहोवा की स्तुति करें। അപ്പൊ ജീവനില്ലാത്തവർ എന്ത് ചെയ്യണം? तो जब मर गए वो क्या करें? സ്തുതിക്കണം. उनको स्तुति करने की जरूरत അങ്ങനെയുള്ളവർക്കുള്ള नहीं। വാക്യം ഞാൻ കാണിച്ചു തരാം. 115 സങ്കീർത്തനം 17 Psalm 115 verse 17. 115 का 17 മരിച്ചവരും മവനത ഇറങ്ങിയവരാരും
യഹോവയെ സ്തുതിക്കുന്നില്ല. जो मर चुके हैं, जो मौन है, वो यहोवा की स्तुति नहीं करते। നിങ്ങൾ ആത്മീയമായി മരിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധ്യമല്ല. अगर आत्मिक रूप में आप मर गए हैं, How तो do you आप know that you परमेश्वर are की स्तुति dead, नहीं करेंगे। spiritually dead or spiritually alive? आप आत्मिक रूप में जीवित है या मर गए हैं, कैसे എല്ലാവരും पता ദൈവത്തെ चलेगा? ആരാധിക്കുന്നു, കൈകൊട്ടുന്നു, സ്തുതിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നമ്മൾ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. यहाँ पे सब आराधना करते हैं, स्तुति करते हैं, और हम हाथ बांध के बैठे हैं। എന്റെ അർത്ഥം എന്താണെന്നറിയോ? इसका मतलब क्या है? ജീവനില്ല. जीवन नहीं है, ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ. प्राण है करके केवल नाम എന്താ है। പറഞ്ഞു? നിനക്ക് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, പക്ഷെ നീ ചത്തവനാ. ഹല്ലേലൂയ. प्रभु ने कहा तू जीवित है करके केवल नाम है, तू मरा हुआ है। ഹല്ലേലൂയ. അനേക ബന്ധുക്കോസുകാർക്ക് പേര് ജീവനുള്ളവരെന്നാ, उनका कई पेंतिकोस्त वालों को नाम का जीवन है, പക്ഷെ സ്തുതി സ്തോത്രം ഒന്നുമില്ല. लेकिन स्तुति ആരാധനയില്ല, അന്യഭാഷയില്ല, ഒന്നുമില്ല. अन्य भाषा नहीं है, कुछ नहीं है, ആരാധനയില്ല. आराधना नहीं है। അങ്ങനെയുള്ളവരാരാ? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. ഇഫ് യു ബിലോങ് ടു ദിസ് കാറ്റഗറി, ഡോണ്ട് പ്രൈസ് ഗോഡ്. अगर आप इस एक समूह में है तो आप आराधना मत എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, നമ്മൾ അങ്ങനെയുള്ളവരല്ല. हम ऐसे नहीं है, നമ്മൾ ജീവനുള്ളവർ. हम जीवित हैं। ജീവനുള്ളവർ എന്ത് ചെയ്യണം? जीवित लोग क्या करें? ജീവനുള്ളതൊക്കെ 180 സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. जिसमें प्राण है वे सब यहोवा की स्तुति करे। അവസാന സങ്കീർത്തനം തീരുന്നതേ എങ്ങനെയാ? വചന സംഹിത. യഹോവയെ സ്തുതിപ്പി. भजन संहिता का अर्थ ही ऐसा होता है, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. परमेश्वर की हालेलुया। स्तुति करते हुए भजन संहिता अंत हो रहा है। നാം ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. परमेश्वर की स्तुति करने के लिए हमको बुलाया है। ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നേരമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഒന്നിട്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കും. एक दो बातें और बोल के बैठेंगे। സ്തുതികളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ. स्तुति के द्वारा परमेश्वर के काम जो प्रकट होते हैं वो दिखाएंगे। ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടി ദൈവം തന്റെ ദാസന്മാരെ വിടുവിക്കുന്നു. परमेश्वर का अद्भुत हाथ बढ़ा നമുക്ക് के വളരെ- अपने सेवकों को छुड़ाना। നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് हम അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അതായത് ഫിലിപ്പിയിൽ പൗലോസിനും ശീലാസിനും സംഭവിച്ചതായ വിഷയം. प्रेरितों को काम में पौलोस और शिलास के साथ जो हुआ वो हम जानते हैं। 16 अध्याय में 16 प्रेरितों के काम You read only 25 verse 25. 25 पढ़ेंगे, 16 का 25। അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് നമുക്കിതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം. എന്താണ് ചെയ്തത്? कहानी क्या थी हम जानते हैं। ഒരു ഭൂതഗ്രസ്തയായ സ്ത്രീയെ പൗലോസ് അവിടെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി. एक भूतग्रस्त एक स्त्री के भूत को उस स्त्री से बाहर निकाला। അവൾ പുറത്തെ ഈ അപ്പസ്തലന്മാരുടെ പുറകെ നടന്ന് എല്ലാ ദിവസവും പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുക, ഇവര് ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. वो रोज उनके पीछे चलती थी और क्या चिल्ला चिल्ला के बोलती थी, ये परमेश्वर के दास है, ये सर्वोत्तम ഈ परमेश्वर के दास है। വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള ഈ പെൺകുട്ടി ഇവരുടെ പുറകെ നടന്ന് എല്ലാ ദിവസവും ഘോഷിച്ചുല്ലസിച്ചു. भविष्यवाणी की आत्मा वाली ये स्त्री रोज इनके पीछे आके चिल्लाती थी। ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുക, आज का समय होता तो ഇന്ന് ഫിലിപ്പിയിലെ ആ സഭയുടെ ആദ്യത്തെ മെമ്പറിൽ ഒരാളായിരുന്നു. Praise the Lord. फिलिपियों की कलसिया के पहले सदस्य हो जाते। ഡിസേൺമെന്റ് ഇല്ലാത്ത കർത്താവിന്റെ ദാസന്മാര് ഉള്ളിടത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. ഡിസേൺമെന്റ് ഇല്ലാത്ത ദൈവദാസന്മാർ ഉള്ളിടത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. जो जिसको प्रकटन नहीं है, प्रकाशित प्रकाशन नहीं नहीं है। ऐसे लोगों के बीच में सब. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അറിയാം ഇത് ഏത് ആത്മാവായി പുറകെ വരുന്നത്. प्रेरित लोग जानते थे ये कौन सी आत्मा आ रही है। തങ്ങളെ പുകഴ്ത്തി പറയുന്നു എങ്കിലും ये इनको बड़ा तारीफ करता है, तो भी इसमें काम करने वाले आत्मा कौन सा है पोल को मालूम. हालेलुया। പല ദിവസമായപ്പോ മുഷിഞ്ഞു പൗലോസ്. कई दिनों के बाद वो गुस्सा आ गया। गुस्सा नहीं आया भैया, गुस्सा नहीं आया। क्यों ऐसा बोलते हैं? उसको गुस्सा नहीं आया. അവന് വല്ലാത്തൊരു മുഷിച്ചില് തോന്നി. हालेलुया। ഹല്ലേലൂയ. ആ മുഷിഞ്ഞിട്ട് ആ ദുരാത്മാവിനോട് പറഞ്ഞു, യേശുവിനെ നാമത്തിൽ പുറത്തു വന്നു. वो काफी दिन सुनने के बाद वो थक गए और उसके बाद वो आदेश दुरात्मा दिया को- कि उस दुरात्मा को बाहर निकले। ആ പെൺകുട്ടി എന്നത് പുറത്തു പോയി. लड़की से वो आत्मा निकल गई। ഇമ്മീഡിയറ്റ്ലി എന്താ സംഭവിച്ചത്? हुआ क्या? അവർക്ക് ഭൂതവും ഭാവി പറയാൻ വയ്യ. अब वो भविष्यवाणी नहीं कर ആ सकती। ഭൂതവും ഭാവിയുടെ ആത്മാവ് പോയി. भविष्यवाणी करने वाली आत्मा ആ गई। വെളിച്ചപ്പാടിന്റെ ആത്മാവ് പോയപ്പോൾ भविष्यवाणी की आत्मा जब निकल गई നോർമൽ പെൺകുട്ടിയായി മാറി. वो एक आम लड़की हो गई। പാവം പോയ യജമാനന്മാർ അവരെ പിടിച്ചുകൊണ്ടുവന്ന് തോൽക്കാതെ അവരെ ആ അധികാരികളുടെ കയ്യിൽ ഏൽപ്പിച്ച് തല്ലി മുറിവേൽപ്പിച്ച് ആ കാരാഗ്രഹത്തിൽ കൊണ്ട്. अब वो लड़की के जो मालिक लोग थे जो उससे जो फायदा निकालते थे उन्होंने इनको पकड़ लिया, मार पीट के जेल में डाल दिया। അവിടെ സംഭവിച്ച കാര്യമായി. वहां पे हुआ ये। ഏറ്റ
വളരെ അടിച്ച ശേഷം ഒന്നും എഴുതിയിരിക്കുന്നു, വളരെ അടിച്ച ശേഷം. काफी मार खाने के बाद, അടിയൊന്നും അല്ല കൊണ്ടത്, एक मार नहीं खाई थी, ഇഷ്ടം പോലെ കൊണ്ടു. काफी मार खाई। ആൾക്കാരുടെ അടിയെ കൊണ്ടേക്കുന്നത്. रोमियों के लोगों की मार पड़ी അവര് है। വസ്ത്രം പറിച്ചുരിഞ്ഞ് കോല് കൊണ്ട് അടിച്ച് ശരിപ്പെടുത്തിയ कपड़े उतार के पीठ पे लकड़ी से मार के उनको अंदर किया। ആളെ ശീലാസ് പൗലോസിനോട് പറയാ, शिलास പൗലോസിനോട് പറയാ, शिलास पौलुस से बोलते हैं, ഞാൻ ആരും പറയുന്ന കാര്യമല്ല, അവിടെ എഴുതിയിട്ടില്ല. यहाँ लिखा नहीं है, ऐसे बोल रहे हैं, शायद बोलो സഹോദരൻ, मेरे ആ भाई। കൊച്ചിനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ലड़की- നമുക്ക് ഈ പ്രശ്നം വരെ സഹിക്കേണ്ടി വരും. बोल रहे हैं, उस लड़की को छोड़ देते हैं तो ऐसा അവള് कुछ नहीं പറഞ്ഞോട്ടെ, होता। നമുക്കെന്നാ, നമ്മളത് വെറുതെ മാണ്ടച്ച പോലെ. वो बोल रही थी, बोलने देते, हमको पढ़ने की क्या അവിടെ जरूरत അങ്ങനെ थी? ഒരു വാക്ക് പോലും പറഞ്ഞായിട്ട് എഴുതിയിട്ടില്ല. ऐसा कुछ नहीं कहा वहाँ പൗലോസും पे। ശീലാസും കൂടെ കൈ പിടിച്ച് पौलुस और शिलास ने हाथ ദൈവത്തെ पकड़ा, അങ്ങോട്ട് പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കാൻ തുടങ്ങി. वहाँ पे परमेश्वर की हालेलुया। आराधना करके गीत गाने लगे। ദൈവത്തെ ഒരുമിച്ച് അവർ പാടി സ്തുതിച്ചപ്പോൾ परमेश्वर की आराधना की तो ദൈവജനത്തിന്റെ സ്തുതികളിൽ മേൽ ഇറങ്ങുന്നവനായ ദൈവം परमेश्वर अपने लोगों की स्तुति पे उतरने वाले അവന്റെ लोगों को, ശക്തിയേറിയ സാന്നിധ്യം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. उनका वो संगति वहाँ उतर के ആ आया। ജയിലിന്റെ അടിസ്ഥാനമെല്ലാം കുലുങ്ങി, जेल की नींव हिल गई ഓരോരുത്തരുടെ ചങ്ങലയും കയ്യിൽ നിന്ന് താഴെ വീണു, और सबके जो जंजीर थी टूट गई, എല്ലാ വാതിലും തുറന്നുപോയി, सारे दरवाजे खुल ഒരു गए പൂട്ട് പോലും നിന്നില്ല. और एक ताला नहीं रहा, എല്ലാരും സ്വതന്ത്രരായി. सबके सब आजाद हो ആരോഗ്യ गए। പ്രമാണി ഉൾപ്പെടെ എല്ലാരും സ്വതന്ത്രരായി. वहाँ पे जो जेलर था उसको भी मिला के सब ദൈവത്തിന്റെ स्वतंत्र हो गए। ജനത്തിന്റെ സ്തുതിയുടെ ശക്തി മനസ്സിലാക്കിയ സഹോദരൻ, परमेश्वर के लोगों की स्तुति की शक्ति देखिए, ഒരുമനപ്പെട്ടുള്ള സ്തുതി, एक साथ मिलकर ഒന്നിച്ചു स्तुति। നിന്നുകൊണ്ട് സ്തുതിച്ചു. രണ്ടുപേരെ ഉള്ള ഓർത്തോണം, दो लोग हैं केवल, അർദ്ധരാത്രിയാണ്, आधी रात है, ഒരിടത്തുനിന്നും ഒരു വിടുതലിൽ ലഭിക്കുകയില്ലെന്ന് പൂർണ്ണമായി അവർക്കറിയാം. उनको मालूम है कहीं से छुटकारा नहीं മാനുഷികമായ आएगा, വിടുതലില്ലാത്ത സ്ഥലം, मानसिक रूप से कोई छुटकारा नहीं है, എവിടെ നിന്ന് സഹായം വരുമെന്ന് അവർക്കറിയില്ല. कहाँ से छुटकारा आएगा नहीं സഹായം पता। വരുന്ന പർവ്വതത്തിലേക്ക് അവരുടെ കണ്ണുകൾ അയച്ചു. जहाँ से मदद आएगी हालेलुया। उस पर्वत पर देखा, അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ परमेश्वर की स्तुति और आराधना की ഇതിന്റെ तो അടിസ്ഥാനമെല്ലാം ദൈവം കുലുക്കി കളഞ്ഞു. ഹല്ലേലൂയ. जेल की नींव हिल गई, റോമൻ ജയിലുകളൊക്കെ കുലുങ്ങും ദൈവത്തിലെ. रोमी साम्राज्य की जेल तक हिल गई। ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമില്ലാത്തതിന്റെ കാരണം कई हमारे जीवन के कई संकटों का ദൈവത്തെ സ്തുതിക്കാനുള്ള उदाहरण नहीं है മടി, इसके। ദൈവത്തെ ആരാധിക്കാൻ സ്തുതിക്കാനുള്ള മടിയാണ്. परमेश्वर की स्तुति आराधना करने में आलस है। യഹോശാഫാത്തും കൂട്ടരും यहोशाफात और उसके साथी, വേഗത്തിൽ നമുക്ക് ഭാഗം കൂടെ നോക്കിയിട്ടിരിക്കാം. भाग पढ़ के बैठेंगे। രണ്ട് ക്രോണിക്കൽസ്, രണ്ട് ദിനവൃത്താന്തം, സെക്കൻഡ് ക്രോണിക്കൽസ് दूसरा इतिहास 20, 19 and 21. Just we read 19 and 21. 19 to 21. 19 to 21. 20 Second 19 से Chronicles. 21। രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായം 19, 21, 21 ഭാഗം. കൊരാഹ്യരുമായ ലേവ്യർ ആ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. ആ, എന്താണ് സംഭവം? वहाँ हुआ क्या? ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിനെതിരെ വലിയൊരു സമൂഹം യുദ്ധത്തിന് വരിക. इजराइल के खिलाफ एक बड़ा समूह युद्ध के लिए आ रहा है। ആരൊക്കെയാ വരുന്നത്? कौन आ रहा है? ആരൊരു സെയീർ പർവ്വതക്കാര്, അമോര്യര്, മോവാബ്യര്, വലിയൊരു അസംഖ്യം ജനങ്ങള് ഇസ്രായേലിന് ഒരു ചെറിയ ആട്ടുംകൂട്ടം പോലുള്ള ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരിക. एक छोटे इजराइल को हराने के लिए वहाँ के पहाड़ी देश के लोग और मुआबी सबके सब आ रहे हैं। വലിയൊരു സമൂഹം വരുമ്പോൾ वो पूरा समूह जब आ रहा था, യഹോശാഫാത്തും കൂട്ടരും ദൈവത്തെ അന്വേഷിച്ചു. यहोशाफात और उसके साथियों ने അവർ ദൈവം यहोवा को അന്വേഷിച്ചു, खोजा ദൈവം പറയുന്നത് ചെയ്യാൻ അവർ തീരുമാനിച്ചു. और यहोवा ने जो कहा वो करना तय किया। ഇത് മോഡേൺ വാർഫെയർ അല്ല. ये आज का जो युद्ध कला नहीं है। ഇത് കണ്ടിട്ടുണ്ടോ? ഈ വാർഫെയർ സിസ്റ്റം കണ്ടിട്ടുണ്ടോ? ये युद्ध कला देखी है ഇത് आपने? ദൈവമക്കളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ये केवल परमेश्वर के लोगों के बीच में മുമ്പിൽ होगा। ആർട്ടിലറി ഒന്നും അല്ല പോകുന്നത്, आगे कोई ഇൻഫൻട്രി അല്ല പോകുന്നത്. कोई बड़ी तोप नहीं आ रही है। മുമ്പിൽ പോകുന്ന ആരാന്നറിയാം? ആകെ കൊല്ലം. ഡ്രം അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശേഷ വസ്ത്രം ധരിച്ച കുറെ ചെറുപ്പക്കാരെ. ഹല്ലേലൂയ. कुछ Praise जवान the Lord. लोग जो अच्छे वस्त्र Where- पहन के परमेश्वर की स्तुति कर रहे हैं। വേറൊരു ആയുധവർഗം അവർക്കില്ല, उनके पास और कुछ नहीं, കവചവുമില്ല, വാളുമില്ല, പരിചയമില്ല, ഒന്നുമില്ല. तलवार नहीं है, तीर नहीं है, कुछ नहीं ആകെ है। ഉള്ളത് ഈ വിശേഷ വസ്ത്രം. ये एक खास ദൈവത്തെ വാഴ്ത്താൻ वस्त्र അതുപോലെ തന്നെ ഈ ഡ്രമ്മൊക്കെ അടിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. और ये ड्रम बजा के आगे जा रहे हैं। അവരാണ് മുമ്പിൽ പോകുന്നത്. वो आगे चल रहे हैं। യഹോവ്യരും കോരഹീനുമായ ലേവ്യർ, वो- Levites, the people who are chosen by God to be in the temple of God. लेवी के लोग जो यहोवा के मंदिर में सेवकाई के लिए रखे गए हैं। അവർ ദൈവത്തെ അത്യുച്ചത്തിൽ വാഴ്ത്തി സ്തുതിപ്പാൻ എഴുന്നേറ്റു. वो परमेश्वर की स्तुति करने के लिए उठे। പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് ആ. തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. ആ. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് ആ. യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ ആ. എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ ദൈവമായ യഹോവയെ വിശ്വസിപ്പിൻ.
എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അടുത്ത വാക്യം. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കും. ആ. എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. ആ. പിന്നെ അവൻ പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്ന് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് സംഗീതക്കാരെ നിയമിച്ചു. ഹല്ലേലൂയ. ഈ സംഗീതക്കാര് മുന്നിൽ നടന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. गीत गाने वाले परमेश्वर की स्तुति करते हुए आगे चलने लगे. ഇനി അതിന്റെ അനന്തരഫലം മാത്രം നമ്മൾ നോക്കുക. अब उसका फल क्या हुआ वो देखिए. 22 വാക്യം 25 വരെയുള്ള വാക്യം. 22 से 25. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ when they started, when they began to sing and to praise God, जिस समय वे गीत गाकर स्तुति करने लगे, the Lord set ambushments against the children of Ammon, Moab and the Mount Seir. उसी समय यहोवा ने अम्मोनियों, मोआबियों और सीर के पहाड़ी देश के लोगों पर जो यहूदा के विरुद्ध आ रहे थे घातकों को बैठा दिया ഒരെണ്ണം പോലും രക്ഷപ്പെട്ടു പോയില്ല. और एक भी बचा नहीं. By the way, ഇസ്രായേൽ ഒരു യുദ്ധം ഇതിനകത്ത് ചെയ്തില്ല. इसमें इजराइल के लोगों ने युद्ध किया ഒരു ही അമ്പ് അയച്ചില്ല, ഒരു വാളെടുത്ത് വെട്ടിയില്ല. नहीं. एक तलवार कहां से काटा नहीं, एक तीर नहीं छोड़ा. അവർ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ, उन्होंने केवल एक काम किया, കൊള്ളയിടാൻ ചെയ്തു. लूटने के लिए गए. 25-4 അടുത്ത വാക്യം വായിച്ചേ. അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സെയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. നോക്കിയേ, എന്തൊരു കൺഫ്യൂഷനാന്ന് നോക്കിയേ. When people started praising God, the children of God started praising God. जब इजराइल के लोगों ने यहोवा की स्तुति करनी शुरू की, ദൈവം അവരുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ അയച്ചു. तो उनके बीच में एक അവർക്ക് തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. वो एक दूसरे की बात ഒരു नहीं समझ रहे. കോമൺ എനിമിയെ എതിർക്കാൻ ഒരുമിച്ച് വന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് വെട്ടി നശിച്ചു. वो एक शत्रु को हराने के लिए इकट्ठे होके आए, अब गलत फहमी में एक दूसरे को काटने लगे. ഇത് ഒന്നിച്ച് നമ്മൾ വേറൊരാളെ യുദ്ധം ചെയ്യാൻ പോവാന്നുള്ള കാര്യമേ അവർ മറന്നു. वो एक साथ ये बात भूल ही गए कि वो एक साथ मिलके एक तीसरे शत्रु को ഒന്ന് हराने പറഞ്ഞ് लगे. രണ്ട് പറഞ്ഞ് അവർ തമ്മിൽ അടിയിട്ടു. एक दो बात बोल के आपस में लड़ने लगे അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി എല്ലാം നശിച്ചു. और एक दूसरे को मार काट डाला. ഇസ്രായേലിനെതിരെ വരുന്ന ആളുകളെ ഇതുപോലെയാണ് ദൈവം അടക്കുന്നത്. इजराइल के विपरीत आने वालों को आज भी वो ऐसे മിഡിൽ ഈസ്റ്റിലെ करते हैं. കൺഫ്യൂഷൻ നോക്കിയേ. मिडिल ईस्ट ഒന്നിച്ച് ഒരിക്കലും അവരൊന്നാകത്തില്ല. वो ഇസ്രായേലിന്റെ എനിമീസ് ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല. इजराइल के लोग कभी भी एक नहीं होते. God will send some confusion on the other. इजराइल के शत्रुओं को कभी भी एक नहीं होने देते. അവരുടെ ഇടയിൽ ദൈവം കൺഫ്യൂഷൻ അയക്കും. उनके आपस में वो लड़ते हैं. ഇറാഖിനെതിരെ ഇറാൻ നിൽക്കും. इराक के खिलाफ ईरान शुरू हो जाता है. ദോഹയ്ക്കെതിരെ മറ്റു രാജ്യങ്ങൾ നിൽക്കും. दोहा के खिलाफ दूसरे राज्य हो जाते അവരെ हैं. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഒന്നും ചെയ്യും. वो एक होके इजराइल को हरा ही नहीं पाते. ദൈവത്തിന്റെ ജനം അവിടെ എല്ലാം ജയം പ്രാപിക്കും. परमेश्वर के लोग वहाँ सब जय कर पाते हैं. ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേറ്റോ ദൈവം ഇതിലേ. परमेश्वर की स्तुति നമ്മുടെ करने के लिए खड़े ശത്രുവിന്റെ हो ക്യാമ്പിൽ जाइए. ദൈവം കൺഫ്യൂഷൻ അയക്കും. हमारे शत्रुओं के समूह में वो शंका डाल देंगे. 25 വാക്യം 24, 25, 24, 25. 24 और 25. യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അവരെല്ലാം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയില്ല. അടുത്ത വാക്യം. യഹോശാഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിൽ അധികം ഭൂരിയെടുത്തു. കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. ഒരു യുദ്ധവും ചെയ്തില്ല. പക്ഷേ അവർക്ക് ലഭിച്ച വസ്തുക്കൾ 3 ദിവസം എടുത്ത് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ. ഓരോരുത്തരും ചുമക്കാവുന്നതിലധികം എടുത്തു. हालेलुया. उन्होंने युद्ध एक भी किया ही नहीं और लूट का सामान अपने से ज्यादा भरकर भी 3 दिन तक लूटना पड़ा. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി സഹോദരി സഹോദരന്മാരെ. परमेश्वर की स्तुति करना शुरू നമുക്ക് വേണ്ടി कीजिए. ദൈവം എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. हमारे लिए परमेश्वर खुद खड़े ആ होकर युद्ध യുദ്ധത്തിന്റെ करेंगे കൊള്ള നമുക്ക് നൽകി തരും. और उसका लूट हमें मिलेगा. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ empty ആയിട്ടാണ് അതിലോട്ട് പോയതെങ്കിൽ ചുമക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് നമ്മൾ തിരികെ हम खाली हाथ वहाँ जाएंगे Praise the और जो Lord. उठा सके उससे भी ज्यादा उठा के ഇതാണ് लेकर आएंगे. ദൈവത്തിന്റെ ജയം എന്ന് പറയുന്നത്. ये है परमेश्वर का जय. ആർക്കുള്ളതാണെന്നറിയാമോ? और ये किसके लिए है? സ്തുതിക്കുന്നവർക്കുള്ള. जो स्तुति करते हैं ഈ उनके പല लिए. കാര്യങ്ങളുണ്ട് സ്തുതിയെ കുറിച്ച്. പിന്നീട് നമുക്ക് स्तुति ദൈവം के बारे में कई बातें बोलनी है. അത് അടുത്ത ആഴ്ച ദൈവം അറിയിച്ചാൽ परमेश्वर ने अनुमति दी तो अगले हफ्ते बोलेंगे. ഉള്ളത് കൊണ്ടും
आज प्रभु भोज है കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മധ്യത്തിലുള്ളവർക്കൊക്കെ സാക്ഷിക്കാൻ സമയം കൊടുക്കേണ്ടതുണ്ട്. और गवाही के लिए परमेश्वर के लोग हैं उसके लिए ഇന്ന് ഈ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. आज यहाँ पर रोकते हैं. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മടുപ്പില്ല. परमेश्वर की स्तुति करने के मामले Once में again, बिल्कुल भी let me कंजूसी ना remind करें. you the verses in Psalm 34 verse 1. भजन संहिता 34 के 1 में जो लिखा है, Can we say confess it together? क्या हम एक साथ वो बोल सकते हैं? Once you confess, you are responsible. एक बार अगर कहा तो उसके लिए जिम्मेदार है. Hallelujah. We'll read it in Malayalam together. हम मलयालम में पढ़ेंगे Psalm 34 verse 1, भजन संहिता then in English, 34, and then in English, and then in Hindi. फिर अंग्रेजी में और फिर हिंदी में. I will read in Malayalam, Joshua will lead in English, and brother will lead in Hindi. हालेलुया. Those who know Malayalam will repeat it with me. Only one verse. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. Joshua English. I will bless the Lord at all times. I will bless the Lord at all times. His praise shall continually be in my mouth. His praise shall continually be in my mouth. Hindi. हालेलुया. मैं हर समय यहोवा को धन्यवाद कहा करूंगा, उसकी स्तुति निरंतर मेरे मुख से होती रहेगी. उसकी स्तुति निरंतर मेरे मुंह से होती रहेगी. നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഏറ്റുപറഞ്ഞതാണ്. ये हमारी जिम्मेदारी है, हमने अपने मुंह से कहा है. ഇനി നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും. अगर हमने नहीं किया तो परमेश्वर हमसे पूछेंगे. Let us offer and let us ask God the grace to do it. हम परमेश्वर से अनुग्रह मांगेंगे कि हम वो कर सकें. നമ്മുടെ തലകൾ വണക്കി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. सर को झुका के प्रार्थना करें. കർത്താവേ, എനിക്ക് നമ്മുടെ കൃപ തരണം. हे प्रभु, इसका अनुग्रह मुझे എല്ലാ दीजिए. കാലത്തും വാഴ്ത്തുവാൻ, हर समय स्तुति करने के लिए, എപ്പോഴും നിന്റെ സ്തുതി എന്റെ നാവിന്മേലിരിക്കും. हर समय स्तुति मेरे मुख पे होने के लिए എന്നെ സഹായിക്കണം. मेरी मदद कीजिए. യേശു. यीशु मसीह के नाम से मांगते हैं. आमीन. आमीन.